إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് അല്ലാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ മുഖവിലക്കെടുത്ത് തഖ്വയോടുകൂടെ ജീവിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരോടും ഗൗരവത്തോടുകൂടെ വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിലുടനീളം അല്ലാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾക്ക് വിധേയരായി തഖ്വയോടുകൂടെ ജീവിക്കാൻ, ആ മാർഗത്തിലായിരിക്കെ മരണപ്പെടാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ സ്വഹാബി അബൂ ദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അയ്യു മസ്ജിദിൻ വുദിഅ ഫിൽ അർളി അവ്വൽ, ഭൂമിയിൽ ആദ്യമായി സ്ഥാപിതമായ മസ്ജിദ് അതേതാണ് റസൂലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അൽ മസ്ജിദുൽ ഹറാം. അദ്ദേഹം വീണ്ടും ചോദിച്ചു, സുമ്മ ഐ, അല്ലാഹുവിൻ്റെ റസൂലെ പിന്നേതാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അൽ മസ്ജിദുൽ അഖ്സ. അപ്പോൾ അദ്ദേഹം വീണ്ടും ചോദിച്ചു, കം ബൈനഹുമാ, മസ്ജിദുൽ ഹറാമിന് ശേഷം എത്ര നാൾക്ക് ശേഷമാണ് അൽ മസ്ജിദുൽ അഖ്സ സ്ഥാപിതമായത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, 40 സന, 40 വർഷത്തിന് ശേഷമാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് സുജൂദ് ചെയ്യാൻ ഈ ഭൂമിയിൽ രണ്ടാമതായി നിർമ്മിക്കപ്പെട്ട മസ്ജിദ് അത് അൽ മസ്ജിദുൽ അഖ്സയാണ്. 16 മാസക്കാലം മുസ്ലിമീങ്ങളുടെ ഖിബ്ലയായിരുന്നു അൽ മസ്ജിദുൽ അഖ്സ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈസ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഉമ്മയെക്കുറിച്ച് പറയുന്നുണ്ട്, മറിയം. അവരുടെ ഉമ്മ മറിയം ഗർഭത്തിലായിരിക്കുന്ന സമയത്ത് ഒരു നേർച്ച നേർന്നു. അല്ലാഹു പറയുന്നു, അവർ പറയുന്നതായി, റബ്ബി ഇന്നി നദർതു ലക മാ ഫീ ബത്നി മുഹററ ഫതഖബ്ബൽ മിന്നി. എൻ്റെ വയറിലുള്ള കുഞ്ഞിനെ അല്ലാഹുവേ, നിനക്ക് വേണ്ടി ഇബാദത്തിനായി ഒഴിഞ്ഞിരിക്കുമെന്ന് ഞാൻ നേർച്ചയാക്കുന്നു. ഫതഖബ്ബൽ മിന്നി, അല്ലാഹുവേ എന്നിൽ നിന്ന് സ്വീകരിക്കണമേ. ഇന്നക അൻത സമീഉൽ അലീം, നീ എല്ലാം കേൾക്കുന്നവനാണ്, എല്ലാം അറിയുന്നവനാണ്. മറിയമിൻ്റെ ഉമ്മ നേർച്ചയാക്കുകയാണ്. മറിയമിൻ്റെ ഉമ്മ ഈ നേർച്ചയാക്കിയത് അൽ മസ്ജിദുൽ അഖ്സയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി ഇബാദത്തിനായി ഒഴിഞ്ഞിരിക്കും എന്നതായിരുന്നു. അങ്ങനെ മറിയമിനെ അവിടെ വെച്ചുകൊണ്ട് വകഫലഹ സക്കരിയ, മറിയമിൻ്റെ ഉത്തരവാദിത്വം സക്കരിയ അലൈഹിസ്സലാത്തു വസ്സലാം ഏറ്റെടുക്കുകയാണ്. അവിടെ നടന്നൊരു സംഭവം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്, കുല്ലമാ ദഖല അലൈഹാ സക്കരിയ അൽ മിഹ്റാബ് വജദ ഇൻദഹാ റിസ്ഖ. മറിയം ഇബാദത്തിന് വേണ്ടി ഒഴിഞ്ഞിരിക്കുന്ന സ്ഥലത്തേക്ക് സക്കരിയ അലൈഹിസ്സലാത്തു വസ്സലാം കയറുമ്പോഴൊക്കെയും മറിയമിനാവശ്യമായ വിഭവങ്ങൾ മറിയമിൻ്റെ അടുക്കൽ സക്കരിയ അലൈഹിസ്സലാത്തു വസ്സലാം കാണുകയാണ്. അദ്ദേഹം ചോദിച്ചു, യാ മറിയം അന്നാ ലക്കി ഹാദാ, മറിയമേ ഇതെങ്ങനെയാണ് നിനക്ക് ലഭിക്കുന്നത്? മറിയം പറഞ്ഞു, ഹുവ മിൻ ഇൻദില്ലാഹ്, ഇത് അല്ലാഹുവിൻ്റെ അടുക്കൽ നിന്നാണ്. ഇന്നല്ലാഹ യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശിക്കുന്നവർക്ക് കണക്കില്ലാതെ കൊടുക്കും. മറിയം ഇബാദത്തിന് വേണ്ടി ഒഴിഞ്ഞിരുന്നതും
മറിയമിന് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ കാര്യകാരണ ബന്ധങ്ങൾക്കും അതീതമായി റിസ്ഖ് ഇറക്കിക്കൊടുത്തതും അത് സംഭവിച്ചത് അൽ മസ്ജിദുൽ അഖ്സയിൽ വെച്ചുകൊണ്ടാണ്. മറിയം ഇത് പറഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഹുനാലിക ദഅ സക്കരിയ റബ്ബഹ്, അവിടെ വെച്ചുകൊണ്ട് സക്കരിയ തന്റെ റബ്ബിനെ വിളിച്ചുകൊണ്ട് ദുആ ചെയ്തു. ഖാല റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയതൻ ത്വയ്യിബ ഇന്നക സമീഉ ദുആ. അല്ലാഹുവേ, നല്ലൊരു മകനെ എനിക്ക്, നല്ലൊരു സന്താനത്തെ എനിക്ക് നീ നൽകണമേ, നീ ദുആ സ്വീകരിക്കുന്നവനാണ്. കുട്ടികളില്ലാതിരുന്ന മഹാനായ സക്കരിയ അലൈഹിസ്സലാത്തു വസ്സലാം, പ്രായാധിക്യം സംഭവിച്ച മഹാനായ സക്കരിയ അലൈഹിസ്സലാത്തു വസ്സലാം ഭൗതികമായ മാനദണ്ഡങ്ങൾ വെച്ച് നോക്കുമ്പോൾ കുട്ടികളുണ്ടാകാൻ സാധ്യതയില്ല എന്ന് വിധി എഴുതപ്പെട്ട അദ്ദേഹത്തിന്റെ ഭാര്യ. എന്നിട്ടും സക്കരിയ അലൈഹിസ്സലാത്തു വസ്സലാം, എന്റെ റബ്ബ് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാത്തിനും കഴിവുള്ളവനാണ്, എല്ലാ കാര്യകാരണ ബന്ധങ്ങൾക്കും അപ്പുറമായി സഹായിക്കാനുള്ള കഴിവ് എന്റെ റബ്ബിനുണ്ട് എന്ന ബോധ്യത്തോടുകൂടെ സക്കരിയ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയെ വിളിച്ചുകൊണ്ട് ദുആ ചെയ്തു. ആ ദുആ ചെയ്തത് മസ്ജിദുൽ അഖ്സയിൽ വെച്ചുകൊണ്ടാണ്. അങ്ങനെ അദ്ദേഹം ദുആ ചെയ്തിട്ട് അദ്ദേഹം നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അല്ലാഹു പറയുകയാണ്, ഫനാദത്തുൽ മലായിക വഹുവ ഖായിം യുസല്ലി ഫിൽ മിഹ്റാബ് അന്നല്ലാഹ യുബശ്ശിറുക ബിയഹ്യ. അദ്ദേഹം നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തെ മലക്കുകൾ വിളിച്ചുകൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കുകയാണ്, അല്ലാഹു താങ്കൾക്ക് യഹ്യ എന്നു പേരുള്ള ഒരു പുത്രനെ കൊണ്ടതാ സന്തോഷ വാർത്ത അറിയിക്കുന്നുണ്ട് എന്ന് മലക്കുകൾ അദ്ദേഹത്തോട് പറയുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് മലക്കുകൾ യഹ്യ എന്നൊരു പുത്രൻ താങ്കൾക്കുണ്ടാകുമെന്ന സന്തോഷ വാർത്ത അറിയിച്ചത് മസ്ജിദുൽ അഖ്സയിൽ വെച്ചുകൊണ്ടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തുശദ്ദു റിഹാൽ ഇല്ലാ ഇലാ സലാസതി മസാജിദ്. 3 മസ്ജിദുകളിലേക്കല്ലാതെ പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങൾ യാത്ര തിരിക്കരുത്. എന്നിട്ട് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിലൊന്ന് പറഞ്ഞത് അൽ മസ്ജിദുൽ ഹറാം, മസ്ജിദുൽ ഹറാമാണ്. രണ്ടാമത് പറഞ്ഞത് മസ്ജിദി ഹാദ, മസ്ജിദുൻ നബവിയെ കുറിച്ചാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. മൂന്നാമത് അവിടുന്ന് പറഞ്ഞത് വൽ മസ്ജിദുൽ അഖ്സ, ഫലസ്തീനിലെ മസ്ജിദുൽ അഖ്സയെ കുറിച്ചാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അൽ മസ്ജിദുൽ ഹറാമിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്രാ കൊണ്ടുപോയത് മസ്ജിദുൽ അഖ്സയിലേക്കാണ്. അല്ലാഹു പറയുന്നു, സുബ്ഹാനല്ലദി അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സല്ലദി ബാറക്നാ ഹൗല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അല്ലാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ മസ്ജിദുൽ ഹറാമിൽ നിന്ന് ഒരു രാത്രിയിൽ മസ്ജിദുൽ അഖ്സയിലേക്ക് രാത്രി യാത്ര നടത്തി അദ്ദേഹത്തെ കൊണ്ടുപോയി. എന്നിട്ട് അൽ മസ്ജിദുൽ അഖ്സയുടെ പ്രത്യേകത അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അല്ലദി ബാറക്നാ ഹൗല, നാം അതിന്റെ ചുറ്റുഭാഗമുള്ള സ്ഥലങ്ങൾക്ക് ബറക്കത്ത് നൽകിയിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അവിടെ ചെന്നുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ട കാഴ്ച അവിടുന്ന് നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട്. വഖദ് റഅയ്തുനി ഫീ ജമാഅത്തിൻ മിനൽ അംബിയാ ഫഇദാ മൂസാ ഖായിമുൻ യുസല്ലി ഫഇദാ റജുലുൻ ضربٌ ജഅദ കഅന്നഹു മിൻ നിസാരി ശനുആ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മസ്ജിദുൽ അഖ്സയിലേക്ക് പോയപ്പോൾ അവിടെ കണ്ട മനോഹരമായ കാഴ്ച അവിടുന്ന് വിവരിക്കുകയാണ്. മൂസ അലൈഹിസ്സലാത്തു വസ്സലാം നിസ്കരിക്കുന്നത് ഞാൻ കണ്ടു. മൂസ അലൈഹിസ്സലാത്തു വസ്സലാം നിസ്കരിക്കുന്നത് ഞാൻ കണ്ടു. അദ്ദേഹത്തിന്റെ രൂപം എങ്ങനെയാണെന്നോ, ശനുആ ഗോത്രത്തിൽപ്പെട്ട നല്ല ആരോഗ്യമുള്ള ഉറച്ച ശരീരമുള്ള ഒരു മനുഷ്യൻ, അതുപോലെയുള്ളൊരു വ്യക്തിയായിരുന്നു മഹാനായ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് അവിടുന്ന് വീണ്ടും പറഞ്ഞു, വഇദാ ഈസ ഇബ്നു മറിയം അലൈഹിസ്സലാം ഖായിമുൻ യുസല്ലി, ഞാൻ ഈസ ഇബ്നു മറിയമിനെയും അവിടെ വെച്ച് കണ്ടു, അദ്ദേഹം നമസ്കരിക്കുകയാണ്. അഖറബുൻ നാസി ബിഹി ശബഹൻ ഉർവത്ത് ഇബ്നു മസ്ഊദ് അസ്സഖഫി, അദ്ദേഹത്തിന്
അദ്ദേഹത്തിന് ഏറെ സാദൃശ്യമുണ്ടായിരുന്നത് ഉർവയോടാണ്. ഉർവത്ത് ബിനു മസ്ഊദ് അസ്സഖഫി റളിയല്ലാഹു അൻഹു ഒരു സഹാബിയാണ്. അദ്ദേഹത്തിനോടാണ് അദ്ദേഹത്തിന് ഈസ അലൈഹിസ്സലാത്തു വസ്സലാമിന് സാദൃശ്യമുണ്ടായിരുന്നത്. വഇദാ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഖായിമു യുസല്ലി, അവിടെ വെച്ചുകൊണ്ട് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെയും കണ്ടു, അദ്ദേഹവും നമസ്കരിക്കുകയാണ്. അശ്ബഹുന്നാസി ബിഹി സാഹിബുക്കും, അദ്ദേഹത്തിന് ഏറ്റവും സാദൃശ്യമുണ്ടായിരുന്നത് നിങ്ങളുടെ കൂട്ടുകാരനോടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ തന്നെയാണ് അവിടുന്ന് ഉദ്ദേശിച്ചത്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന് ഏറെ രൂപസാദൃശ്യമുണ്ടായിരുന്നത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിനുശേഷം റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അങ്ങനെ നമസ്കരിക്കാൻ സമയമായപ്പോൾ ഈ അമ്പിയാക്കൾക്ക് ഇമാമായി ഞാൻ നിന്നുകൊണ്ട് നമസ്കരിച്ചു. സഹോദരങ്ങളെ, ഈ നമസ്കാരം സംഭവിച്ചത് അൽ മസ്ജിദുൽ അഖ്സയിൽ വെച്ചുകൊണ്ടാണ്. ലോകത്തെ ഏറ്റവും മനോഹരമായ ജമാഅത്ത് നമസ്കാരം. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം നിസ്കരിക്കുന്നു, ഈസ ഇബ്നു മറിയം അലൈഹിസ്സലാം നിസ്കരിക്കുന്നു, മൂസ അലൈഹിസ്സലാത്തു വസ്സലാം നിസ്കരിക്കുന്നു. അവർക്ക് ഇമാമായി കൊണ്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കരിച്ച ലോകത്തെ ഏറ്റവും മനോഹരമായ ജമാഅത്ത് നമസ്കാരം അത് സംഭവിച്ചത് മസ്ജിദുൽ അഖ്സയിൽ വെച്ചുകൊണ്ടാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനെ ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന, ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ അരങ്ങേറിയ, അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം ബറക്കത്ത് നൽകിയ, പ്രത്യേകം ശ്രേഷ്ഠത നമസ്കരിക്കുന്നതിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്രാ കൊണ്ടുപോയ ഏറെ മഹത്വമുള്ള മസ്ജിദാണ് അൽ മസ്ജിദുൽ അഖ്സ. അൽഹംദുലില്ലാഹി الذي نصر عبده وأيد جنده والصلاة والسلام على من لا نبي بعده وعلى آله وصحبه الموفين أهده. സഹോദരങ്ങളെ, അൽ മസ്ജിദുൽ അഖ്സ, ആ പുണ്യമായ മസ്ജിദിന് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയെക്കുറിച്ച് ധാരണയുള്ളവരാണ് നമ്മളെല്ലാവരും തന്നെ. അവിടെ നമസ്കരിക്കാനും ഖുത്ബകൾ നിർവഹിക്കാനുമെല്ലാം അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഇപ്പോഴും സാധിക്കുന്നുണ്ടെങ്കിലും അതുൾക്കൊള്ളുന്ന രാജ്യത്തേക്ക് കടന്നു വരാൻ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ശത്രുക്കളുടെ അനുമതി വേണമെന്ന് പറയുന്ന നിന്ദ്യതയിലേക്ക് പലപ്പോഴും ആ മസ്ജിദിൽ പ്രവേശിക്കുന്നതിന് അത്തരം അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ശത്രുക്കളുടെ സൈന്യങ്ങളുടെ സമ്മതത്തിന് വേണ്ടി കാത്തു നിൽക്കണമെന്ന നിന്ദ്യതയിലേക്ക് മുസ്ലിം ഉമ്മത്ത് എത്തിപ്പെട്ടു എന്നുള്ളത് ഏറെ ദുഃഖകരമായ കാര്യമാണ്. അവിടെ മാത്രമല്ല, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മുസ്ലിം സമൂഹം ഈ നിന്ദ്യത അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. മുസ്ലിം സമൂഹത്തിന് മേൽ ശത്രുക്കൾ അധീശത്വം സ്ഥാപിക്കുന്നു. മുസ്ലിം സമൂഹത്തെ നിയന്ത്രിക്കാൻ, അവരെ കാലടിയിൽ വെക്കാൻ പലപ്പോഴും അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ശത്രുക്കൾക്ക് സാധിക്കുന്നു. ഇതെന്തുകൊണ്ടാണ് സഹോദരങ്ങളെ? ഇതെന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? നമുക്ക് ആയുധബലമില്ലാത്തത് കൊണ്ടാണോ? ആൾബലമില്ലാത്തത് കൊണ്ടാണോ? അല്ല സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ ദീനിൽ നിന്ന് നമ്മൾ പിന്തിരിയുമ്പോൾ, അള്ളാഹുവിൻ്റെ ദീനിൻ്റെ അടിസ്ഥാന വിഷയങ്ങളെപ്പോലും നമ്മൾ മാറ്റിവെക്കുമ്പോൾ എങ്ങനെയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇസ്സത്ത് തരുന്നത്? മുസ്ലിം സമൂഹത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന ആളുകൾ ജാറങ്ങളുടെ പിന്നാലെ പോകുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വ്യക്തമായ കൽപ്പനയെ ധിക്കരിച്ചുകൊണ്ടും ജാറങ്ങളിൽ ചെന്ന് സുജൂദ് ചെയ്യുന്ന, മഖ്ബറകളിൽ ചെന്ന് ആവശ്യങ്ങൾ അർപ്പിക്കുന്ന ആളുകളായി ഈ മുസ്ലിം ഉമ്മത്തിലെ മഹാഭൂരിപക്ഷം ആളുകൾ ആയി മാറുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എവിടെ നിന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായം നമുക്ക് ലഭിക്കുന്നത്? അള്ളാഹുവിനോട് മാത്രം ചോദിക്കാൻ പാടുള്ളൂവെന്ന് ആവർത്തിച്ചാവർത്തിച്ചു വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ട്
അല്ലാഹുവല്ലാത്തൊരു സൃഷ്ടിയിലേക്കും ആവശ്യങ്ങൾ പറയരുത്, അവരോട് ദുആ ചെയ്യരുത്, അവർക്ക് നേർച്ച കൊടുക്കരുത്, അവർക്ക് ഇബാദത്ത് കൊടുക്കരുത് എന്ന് ആവർത്തിച്ചാവർത്തിച്ച് പഠിപ്പിച്ചിട്ടും അതിനു വേണ്ടി ആ മാർഗത്തിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചിട്ടും ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ചിട്ടും അങ്ങനെ ഈ ദീൻ അതിന്റെ പരിശുദ്ധിയോടുകൂടെ നമ്മുടെ കൈകളിലേക്ക് എത്തിച്ചിട്ടും പ്രയാസങ്ങൾ വരുമ്പോ, ബുദ്ധിമുട്ടുകൾ വരുമ്പോ, ജീവിതത്തിൽ വഴിമുട്ടുമ്പോ അല്ലാഹുവല്ലാത്ത സൃഷ്ടികളുടെ അടുക്കലേക്ക് ചെന്നുകൊണ്ട് അവരുടെ മുമ്പിൽ സുജൂദ് ചെയ്തുകൊണ്ട് അവരോട് ദുആ ചെയ്തുകൊണ്ട് അവരോട് ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ട് വ്യക്തമായ ശിർക്ക് ചെയ്യുമ്പോ ഈ ഉമ്മത്തിന്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എവിടെ നിന്ന് സഹായം ലഭിക്കാനാണ്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായും ഒരു മനുഷ്യനെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കേണ്ട മുഴുവൻ കാര്യങ്ങളും പഠിപ്പിച്ചിട്ടും ഈ ദീനിൽ പുതുനിർമ്മിതി നടത്തരുതേ എന്നും ആവർത്തിച്ചാവർത്തിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ താക്കീത് ചെയ്തിട്ടും അള്ളാഹുവിന്റെ ദീനിലേക്ക് പുതിയ വിശ്വാസങ്ങളും കർമ്മങ്ങളും കടത്തിക്കൂട്ടി തോന്നിവാസങ്ങൾ അള്ളാഹുവിന്റെ ദീനിൽ നിർമ്മിച്ചു കൂട്ടിയിട്ട് ബിദ്അത്തുകൾ ഈ ദീനിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് എങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായം നമ്മൾ പ്രതീക്ഷിക്കുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായി വിലക്കിയ കാര്യങ്ങൾ പരസ്യമായി അള്ളാഹുവിന്റെ ദീനിനെ ധിക്കരിച്ചുകൊണ്ടും അള്ളാഹുവിന്റെ റസൂലിന്റെ കൽപ്പനകളെ മാറ്റിവെച്ചുകൊണ്ട് പരസ്യമായി ചെയ്തിട്ടു എവിടെ നിന്നാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹുവിന്റെ സഹായം പ്രതീക്ഷിക്കുന്നത്? നമ്മുടെ നാടുകളിൽ, കല്യാണ വീടുകളിൽ നടക്കുന്ന തോന്നിവാസങ്ങൾ, പച്ച തെമ്മാടിത്വം നമ്മൾ കാണുന്നവരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിരോധിച്ച സംഗീത ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും വാദ്യാഘോഷങ്ങൾ നടത്തിക്കൊണ്ടും തോന്നിവാസത്തിന്റെ പാട്ടുകൾ പാടിക്കൊണ്ടും ആണും പെണ്ണും കൂട്ടാടുന്ന സദസ്സുകൾ സംഘടിപ്പിച്ചുകൊണ്ടും എന്നിട്ട് പരിവേദനം പറയുകയാണ്, എന്നിട്ട് കരയുകയാണ് അള്ളാഹുവിന്റെ സഹായമില്ല എന്ന് പറഞ്ഞു. എവിടെ നിന്നാണ് അള്ളാഹുവിന്റെ സഹായം ലഭിക്കുന്നത്? അള്ളാഹുവിന്റെ ദീനിന്റെ കൽപ്പനകളെ മുഖവിലക്കെടുക്കാതെ അതിനെ പുറങ്കാലുകൊണ്ട് ചവിട്ടി മാറ്റിവെച്ച് അള്ളാഹുവിന്റെ സഹായം എവിടെ നിന്നാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ പ്രതീക്ഷിക്കുന്നത്? വമൻ നസ്രു ഇല്ലാ മിൻ ഇൻദില്ലാഹ്. സഹായം അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് മാത്രമാണ്. എന്തെങ്കിലും പ്രയാസങ്ങൾ വരുമ്പോ നമ്മൾ കാണാറുള്ള കാഴ്ചയാണ് കാക്കാശിന്റെ വിലയില്ലാത്ത സമുദായ പാർട്ടിയും അതല്ലാത്ത പാർട്ടിയുമൊക്കെ അതിന്റെ പേരിൽ, മുസ്ലിം സംരക്ഷണത്തിന്റെ പേരിൽ റാലികൾ സംഘടിപ്പിച്ചുകൊണ്ട് ആകാശത്തേക്ക് മുഷ്ടികൾ ചുരുട്ടിക്കൊണ്ട് മുദ്രാവാക്യങ്ങൾ വിളിക്കുന്ന കാഴ്ച നമ്മൾ കാണാറുണ്ട്. എന്ത് നേട്ടമാണ്, എന്ത് ഇസ്സത്താണ്, എന്ത് ഫലമാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ഉമ്മത്തിന് കൈവരുന്നത്? എന്തെങ്കിലും പ്രയാസങ്ങൾ വരുമ്പോ 4 മുദ്രാവാക്യങ്ങൾ ആകാശത്തേക്ക് കൈകൾ ചുരുട്ടിക്കൊണ്ട് വിളിച്ചതുകൊണ്ട് അള്ളാഹുവിന്റെ സഹായം കിട്ടുമെന്നാണോ പ്രതീക്ഷിക്കുന്നത്? വമൻ നസ്രു ഇല്ലാ മിൻ ഇൻദില്ലാഹ്. അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് മാത്രമാണ് സഹായം വരുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഹത്താ തർജിഉ ഇലാ ദീനിക്കും, നിങ്ങൾക്കേറ്റ ഈ നിന്യത, നിങ്ങൾക്കുമേൽ ശത്രുക്കളുടെ സ്വാധീനം വന്നു പതിച്ചതും അത് നീങ്ങണമെങ്കിൽ ഹത്താ തർജിഉ ഇലാ ദീനിക്കും, ദീനിലേക്ക് മടങ്ങലല്ലാതെ പരിഹാരമില്ല. ദീനിലേക്ക് മടങ്ങലല്ലാതെ മറ്റൊരു പരിഹാരമില്ല. ഹത്താ തർജിഉ ഇലാ ദീനിക്കും, അല്ലാഹുവിന്റെ ദീനിലേക്ക് മടങ്ങ്, തൗഹീദിലേക്ക് മടങ്ങ്, സുന്നത്തിലേക്ക് മടങ്ങ്, അല്ലാഹുവിന്റെ റസൂലിന്റെ കൽപ്പനകളെ മുഖവിലക്കെടുക്ക്, അല്ലാഹുവിന്റെ റസൂൽ വിലക്കിയ കാര്യങ്ങളെ ജാഗ്രതയോടുകൂടെ കാണു. അപ്പൊ അല്ലാഹുവിന്റെ സഹായമുണ്ടാകും. അതല്ലാതെ കുറെ പ്രഹസനങ്ങൾ നടത്തിയതുകൊണ്ട് ആർക്കെങ്കിലുമൊക്കെ നേട്ടങ്ങൾ ഉണ്ടാകുമെന്നതല്ലാതെ ഈ ഉമ്മത്തിന് ഇസ്സത്ത് കൈവരുമെന്ന ദിവാസ്വപ്നം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ കാണേണ്ടതില്ല. ദീനിലേക്ക് നമ്മൾ മടങ്ങണം, തൗഹീദിലേക്ക് നമ്മൾ മടങ്ങണം. ഇടറാതെ പതറാതെ ആർക്കു മുമ്പിലും ലാ ഇലാഹ ഇല്ലല്ലാഹ്, എനിക്ക് ഇബാദത്ത് ചെയ്യാൻ എന്റെ റബ്ബ് മാത്രമേയുള്ളൂ, എന്നെ പടച്ചവൻ, എനിക്ക് വെള്ളം തന്നവൻ, എന്റെ ശ്വാസോച്ഛ്വാസങ്ങളെ നിയന്ത്രിക്കുന്നവൻ,
ആ റബ്ബിന് മാത്രം ഞാൻ സുജൂദ് ചെയ്യുള്ളൂ, ആ റബ്ബിനോട് മാത്രം ഞാൻ ചോദിക്കുള്ളൂ. ഒരു ഇബാദത്തും ആ റബ്ബല്ലാത്ത ഒരു സൃഷ്ടിക്കും ഞാൻ കൊടുക്കൂല. അതിലേക്കാണ് എനിക്ക് നിങ്ങളെ ക്ഷണിക്കാനുള്ളത്. എനിക്ക് ആവർത്തിച്ചാവർത്തിച്ച് പറയാനുള്ള ആശയവും അത് തന്നെയാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിക്കാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് സാധിക്കണം. മുഹമ്മദ് മുസ്തഫയുടെ സുന്നത്തുകളെ ആരൊക്കെ കളിയാക്കിയാലും, ആരൊക്കെ പരിഹസിച്ചാലും, ആരൊക്കെ എന്തൊക്കെ പേരിട്ട് വിളിച്ചാലും, ഇന്ന് മുസ്ലിം ഉമ്മത്തിന്റെ ഒരു പ്രത്യേക ശൈലി എന്ന് പറഞ്ഞാൽ തങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ആളുകൾ, തങ്ങളുടെ സംഘടനയിൽ ചേരാത്ത ആളുകൾ, തങ്ങളുടെ താല്പര്യങ്ങളോട് ചേർന്ന് നിൽക്കാത്ത ആളുകളെ ഒതുക്കാനും നിലക്ക് നിർത്താനും ചില പേരുകളുമായി രംഗത്ത് വരുന്ന പെമ്മാടിത്തത്തിന്റെ ആളുകൾ നമുക്ക് സമൂഹത്തിൽ സജീവമായി കാണാൻ സാധിക്കും. അവന്റെയൊക്കെ സംഘടനയിൽ മെമ്പർഷിപ്പ് എടുത്തിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ അവന്റെയൊക്കെ സംഘടന കാലാകാലങ്ങളായി ഈ മുസ്ലിം ഉമ്മത്തിനോട് കാണിക്കുന്ന വഞ്ചനയെക്കുറിച്ച് പറഞ്ഞാൽ, അവർ മറച്ചുവെക്കുന്ന ദീനിന്റെ വിഷയങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ, അവർ മറച്ചുവെച്ച അഖീദ അത് ഈ സമൂഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുത്താൽ, അത് ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന ആളുകളെ മൂലക്കിരുത്താൻ, അവരുടെ നാവടക്കാൻ, അവരുടെ ശബ്ദം നിലപ്പിക്കാൻ വേണ്ടി കാലാകാലങ്ങളായി ഈ ചെമ്മാടിക്കൂട്ടങ്ങൾ സ്വീകരിക്കുന്ന ശൈലി എന്താണ്? തീവ്രവാദത്തിന്റെ പേരിട്ട് കൊടുക്കുക എന്നുള്ളതാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, എന്തു പേരിട്ട് വിളിച്ചാലും നമ്മൾ ഹഖിലാണെങ്കിൽ, ഖുർആനിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളെങ്കിൽ, സുന്നത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളെങ്കിൽ, പതറാതെ ഇടറാതെ ആരുമില്ലെങ്കിലും വലൗ കുൻത വഹ്ദക്, ഒറ്റക്കാണെങ്കിലും ഉറച്ചു നിൽക്കാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് സാധിക്കണം. എങ്കിൽ മാത്രമാണ് നമുക്ക് ഇസ്സത്ത് കൈവരുന്നത്. എങ്കിൽ മാത്രമാണ് അള്ളാഹുവിന്റെ സഹായം നമുക്ക് എത്തുന്നത്. ഇത് തിരിച്ചറിയാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് സാധിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല ജീവിക്കുന്ന കാലം അത്രയും ഇസ്സത്തോടെ, അഭിമാനത്തോടെ ഈ തൗഹീദിനെ മുറുകെ പിടിച്ചുകൊണ്ട് സുന്നത്തിനെ നെഞ്ചിലെത്തിക്കൊണ്ട് ജീവിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസപ്പെടുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഹിദായത്തും ആഫിയത്തുമുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അബാഹിർ എന്ന് വിളിച്ചു. ആ സമയത്ത് ഖുൽതു, ഞാൻ പറഞ്ഞു, ലബ്ബൈക യാ റസൂലല്ലാഹ്, എന്റെ റസൂലെ എന്ന രൂപത്തിൽ ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്കിന് വിളി കൊടുത്തു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ വരാൻ പറഞ്ഞു. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലേക്ക് പോയപ്പോൾ അവിടെ കുറച്ച് പാലുണ്ടായിരുന്നു. ഒരു സ്ത്രീ വന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ വീട്ടിൽ ഹദിയ കൊടുത്ത പാല് അവിടെ ഉണ്ടായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂ ഹുറൈറയോട് പറഞ്ഞു, മസ്ജിദിൽ പോയിട്ട്